നമ്മുടെ ലൈഫിൽ തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വിഷമം കൊണ്ട് തരും കേട്ടോ. അതിപ്പോൾ സ്നേഹത്തിന്റെ കാര്യമായിക്കോട്ടെ, ആരെങ്കിലും സഹായിക്കുന്ന കാര്യമായിക്കോട്ടെ, പൈസ കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ. സ്നേഹത്തിന്റെ കേസിൽ പറയുകയാണെങ്കിൽ നമ്മുടെ അപ്പനും അമ്മയ്ക്കും നമ്മളോടുള്ള സ്നേഹം അൺകണ്ടീഷണൽ ലവ് ആണ്. അവർ നമ്മളോടൊന്നും ഒരിക്കലും തിരിച്ച് പ്രതീക്ഷിക്കുന്നില്ല. സോ നമ്മൾ ആരെങ്കിലും ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നെങ്കിൽ ഒരിക്കലും ആ വ്യക്തിയിൽ നിന്ന് ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത്. നമ്മൾ അതിനുവേണ്ടി ചെയ്യുന്ന കാര്യങ്ങളും നമ്മളിടുന്ന എഫോർട്ടും എന്തും ആയിക്കോട്ടെ, നമ്മൾ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ ഒരാൾക്ക് പൈസ കൊടുക്കുന്ന കാര്യമായിക്കോട്ടെ, ഒരാളെ സഹായിക്കുന്ന കാര്യമായിക്കോട്ടെ, തിരിച്ച് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ നമ്മൾ ലൈഫിൽ അതോർത്ത് വിഷമിച്ചുകൊണ്ടേയിരിക്കും. എന്തിനല്ലേ വെറുതെ ഇങ്ങനെയൊക്കെ. ആൻഡ് അതുപോലെ തന്നെ ഒരു പൈസ കൊടുക്കുന്ന അവസരത്തിൽ പോലും പല ഫ്രണ്ട്ഷിപ്പും കട്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയും. പിന്നെ ആള് നമുക്ക് തിരിച്ചു തരും ഓക്കെ എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ കൊടുക്കുന്നു, പക്ഷെ ആള് തിരിച്ചു തരുന്നില്ല. നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിങ്ങനെ ചോദിച്ച് ചിലപ്പോൾ അവർ നമ്മളുടെ ഫോൺ എടുക്കാതായി. അങ്ങനെ അവസാനം അത് മൊത്തത്തിൽ എൻഡ് ആവുകയാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് വിചാരിച്ച് മുതലെടുപ്പ് നടത്തണമെന്നല്ല കേട്ടോ. കാരണം ഇതുപോലെ ചിന്തിക്കുന്ന നല്ല മനുഷ്യരെ ഒത്തിരി രീതിയിൽ നല്ല രീതിയിൽ മുതലെടുക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ലോകത്തുള്ളൂ. അവരുടെ ആ പെർസെൻറ്റേജ് കൂടെ ഇല്ലാണ്ടാകും. മദർ തെരേസ പറയുന്നത് പോലെ ലോകത്തിന് നിങ്ങൾക്കുള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് കൊടുക്കുക. അത് ഒരിക്കലും മതിയാകില്ലായിരിക്കാം, എങ്കിലും നിങ്ങൾക്കുള്ളതിൽ ഏറ്റവും നല്ലത് കൊടുക്കുക. അപ്പോൾ ശലം